രാമായണം ഒരു ചരിത്ര ഗ്രന്ഥമെന്ന നിലയിലോ ഇതിഹാസ ഗ്രന്ഥമെന്ന നിലയിലോ പുരാണ കഥ എന്ന നിലയിലോ മാത്രമല്ല ഇന്ത്യയിൽ നിലനിന്നത്. അതൊരു മഹാപാരമ്പര്യത്തിൻ്റെ വഴിയാണ്. വാമൊഴിയായും വരമൊഴിയായും ദൃശ്യകഥാപാഠങ്ങളായും ശില്പങ്ങളായും ചിത്രങ്ങളായും നാടോടി കഥകളായും പാട്ടുകളായും പതിനായിരക്കണക്കിന് വ്യത്യസ്ത രൂപങ്ങളിൽ ജനഭാവനയിൽ നിലനിന്നു പോന്ന പാരമ്പര്യം. ഭിന്നസമൂഹങ്ങൾ അവരുടെ സാമുദായിക അഭിലാഷങ്ങളും പ്രത്യയശാസ്ത്ര താല്പര്യങ്ങളും ഒട്ടേറെ പാഠങ്ങൾക്ക്, ടെക്സ്റ്റുകൾക്ക് ജന്മമേകി. ലോകത്തിലില്ല ഇത്രയധികം പാഠഭേദങ്ങളുണ്ടായ ഒരു ടെക്സ്റ്റ്. മറാഠി, ഹിന്ദി, ഒറിയ, തമിഴ്, തെലുഗു, മലയാളം, അസമീസ്, ഉറുദു, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, പാഴ്സി, സംസ്കൃതം, പ്രാകൃത്, ഭീലി, സന്താളി, തുളു, സിംഹളീസ്, ബാലിനീസ്, ചൈനീസ്, കംബോഡിയൻ, ജപ്പാനീസ്, മലേഷ്യൻ, തായ്സ്, തിബറ്റൻ, പേർഷ്യൻ, അങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ രാമായണം ഉണ്ടായിട്ടുണ്ട്. ഗവേഷകർ BC 3-4 നൂറ്റാണ്ട് മുതൽ AD 1-2 നൂറ്റാണ്ടുകൾക്കിടയിലാണ് രാമായണത്തിൻ്റെ ഒരു രചനാകാലമായിട്ട് കണക്കാക്കുന്നത്. അതാണ് വൈദിക കാലഘട്ടം. നേരത്തെ പറഞ്ഞ പല പാഠങ്ങളുണ്ടെങ്കിലും എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ, എല്ലാ രാമായണങ്ങളും പരിശോധിച്ചാൽ മൗലികമായൊരു പാഠം നമുക്ക് വാൽമീകി രാമായണം എന്ന പാഠം തന്നെയാണ് കാണാൻ പറ്റുക. ഏത് ഭാഷ എടുത്താലും ആദ്യത്തെ മഹാകാവ്യം അല്ലെങ്കിൽ ജനപ്രിയ ഗ്രന്ഥം രാമായണമായിരിക്കും. തമിഴിൽ കമ്പരാമായണം, തെലുങ്കിൽ ദീപത രാമായണം, മലയാളത്തിലാണെന്ന് വെച്ചാൽ രാമചരിതം പാട്ട് 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ, അതുപോലെ തന്നെ അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്ര വിലാസം, കന്നഡയിൽ തോരവേ രാമായണം, അസാമിയിൽ മാധവ കന്ദളി രാമായണം, ബംഗാളിയിൽ കൃത്തിവാസ രാമായണം, കാശ്മീരിയിൽ ദിവാകര പ്രകാശ ഭട്ട രാമായണം, ഹിന്ദിയിൽ രാമചരിതമാനസ്, ഒറിയയിൽ ബാല രാമദാസ രാമായണം, മറാഠിയിൽ ഭാവാർത്ഥ രാമായണം, അങ്ങനെ ഒട്ടനവധി രാമായണങ്ങൾ ഉദാഹരണങ്ങളായിട്ട് കാണിക്കാൻ പറ്റും. സംസ്കൃതത്തിൽ കഥാസരിസാഗരം, രഘുവംശം, ആശ്ചര്യചൂഡാമണി മുതൽ ഏകദേശം 30ഓളം രാമായണങ്ങളുണ്ട്. ജൈന സാഹിത്യത്തിൽ ഏകദേശം 40-ലധികം രാമായണങ്ങളുണ്ട്. അതിൽ തന്നെ പ്രസിദ്ധം പൗമാചരിതമാണ് വിമലാസുരിയുടെ. അതിൽ രാവണനെ വധിക്കുന്നത് ലക്ഷ്മണനാണ്. ഗുണഭദ്രൻ്റെ ഉത്തര പുരാണ കഥയിൽ സീതയ്ക്ക് 8 പുത്രന്മാരുണ്ട്. അതേപോലെ തന്നെ ബുദ്ധകൃതികളിൽ രാമായണം കുറേ ഉണ്ട്. ദശരഥ ജാതകം, അനാമക ജാതകം, ദശരഥ കഥാനം എന്ന് പറഞ്ഞിട്ട് കുറേ കൃതികളുണ്ട്. അതിൽ ദശരഥ ജാതകത്തിൽ ദശരഥൻ്റെ മക്കളാണ് രാമപണ്ഡിതനും ലക്ഷ്മണനും സീതയും. ഉദാരരാഗത്തിൽ വനവാസത്തിന് പോകുന്ന സീത രാമനോട് പറയുകയാണ്, കുറേ രാമായണങ്ങൾ ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്, അതിലൊന്നും സീത രാമനെ കൂടാതെ കാട്ടിൽ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു ഉദാഹരണമാണ്. ഇത് നമുക്കൊരു സൂചനയാണ്. കാരണം രാമായണങ്ങൾ പലതുണ്ട് എന്നുള്ളതിന്. ഇതേ സംഗതി ഉദാരരാഗത്തിൽ പറയുന്ന അതേ സംഗതി എഴുത്തച്ഛൻ നമ്മുടെ രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. രാമായണങ്ങൾ പലതും കവിവരർ ആമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. സീത ചോദിക്കുകയാണ്, സീതയെ കൂടാതെ ഒരു രാമായണത്തിനും രാമൻ കാട്ടിൽ പോയതായിട്ട് പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. അതായത് രാമായണം പലതുണ്ട് എന്നുള്ളതിനുള്ള സൂചന നമ്മുടെ അധ്യാത്മരാമായണത്തിൽ തന്നെ എഴുത്തച്ഛൻ തന്നിട്ടുണ്ട്. ബംഗാളി ഭാഷയിൽ 10-ലധികം രാമായണങ്ങളുണ്ട്. അതിലൊന്നാണ് രാമരാസ ഉത്തരകാണ്ഡം. അതിൽ രാവണനെ വധിക്കുന്നത് സീതയാണ്. കൃത്തിവാസ രാമായണത്തിൽ താരയുടെ ശാപമേറ്റ് അടുത്ത ജന്മത്തിൽ കൃഷ്ണനെ കൊല്ലാൻ കാട്ടാളനാവുന്നത് മറ്റാരുമല്ല, ബാലിയാണ്. ഇതുപോലെ ഹിന്ദിയിൽ തുളസീദാസിൻ്റെ 5 കൃതികളടക്കം 25-ലധികം രാമായണങ്ങളുണ്ട്. 10ാം സിഖ് ഗുരു AD 1698 ഗോവിന്ദ രാമായണം എന്നൊരു രാമായണം എഴുതിയിട്ടുണ്ട്. മറാത്തി ഭാഷയിൽ 10 എണ്ണം, ഗുജറാത്തിൽ ഏകദേശം 15ഓളം, ഉറുദു പാർസി ഭാഷകളായിട്ട് 15ഓളം, അങ്ങനെ കുറേ രാമായണങ്ങളുണ്ട്. അതിൽ ഉറുദു ഭാഷയിലെ മുള്ള മസീഹയുടെ ഉറുദു രാമായണമായ രാമായണ മസീഹിയിൽ ലങ്ക ചുടുന്നത് ബാലിയാണ്. സീതയെ കൊണ്ട് രാവണ ചിത്രം വരപ്പിക്കുന്നത് രാമൻ്റെ സഹോദരി ശാന്തയാണ്. ഈ സീതയെ കൊണ്ട് രാമൻ്റെ ചിത്രം വരപ്പിക്കുന്ന രംഗം നമ്മുടെ പഴയ സീതാസ്വയംവരം കിളിപ്പാട്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. മലയാളത്തിൽ ശ്രീരാമ കവിയുടെ രാമചരിതം, അതുപോലെ കണ്ണശരാമായണം, രാമകഥപ്പാട്ട്, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ആശാൻ്റെ ബാലരാമായണം തുടങ്ങി അങ്ങനെ ഒട്ടേറെ പദ്യകൃതികളുണ്ട്. ഇനി ഗദ്യകൃതികളിലേക്ക് കിടന്നാൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ സീതാസ്വയംവരം മുതൽ സന്ധ്യ IPSൻ്റെ ഇതിഹാസത്തിൻ്റെ ഇതളുകൾ വരെ ഏകദേശം 30-ലധികം കൃതികളുണ്ട്. ചിന്താവിഷ്ടയായ സീത ആശാൻ്റെ സുഗതകുമാരിയുടെ ഇന്നത്തെ സന്ധ്യ മുതൽ സച്ചിദാനന്ദൻ്റെ ജാനകി പോരു വരെ എത്ര കവിതകൾ രാമായണത്തെ അതിജീവിച്ചിട്ടുണ്ടായിട്ടുണ്ട്. വിദേശങ്ങളിലെ വിചിത്ര രാമായണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ
ഏകദേശം 300-ലധികം രാമായണങ്ങളെക്കുറിച്ച് പഠിച്ച ആളാണ് ഫാദർ കാമിൽ ബുൽക്കെ. 1950-കളിൽ കംബോഡിയയിലെ രാംകീർ, തായ്ലൻഡിലെ കാക്കാവിൻ രാമായണം, ലാവോസിലെ ഗോയ്ഗൊറാബി രാമായണം, ഫ്രാക് ഫ്രലാക്ക് രാമായണം, ഫോമാചാക്ക് രാമായണം എന്നിവ പ്രസിദ്ധങ്ങളാണ്. ഫ്രാലാക്ക് രാമായണത്തിൽ രാമൻ്റെ മക്കളാണ് ഹനുമാനും അങ്കദനും. അതുപോലെ തന്നെ ഗോയ്ദറാബി രാമായണത്തിൽ സീതാന്വേഷണം സുഗ്രീവൻ്റെ കണ്ണിൽ നിന്ന് ആരംഭിച്ച പുഴയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഒരു പുഴ ഇങ്ങനെ കാണുന്നു, പുഴയുടെ തുടക്കം അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ആ അറ്റത്ത് കാണുന്നത് സുഗ്രീവൻ കരഞ്ഞിരിക്കുകയാണ്. സുഗ്രീവൻ്റെ കണ്ണീരാണ്, കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീരാണ് പുഴയായിട്ട് മാറിയിട്ടുള്ളത്. വളരെ വിചിത്രമായൊരു ഭാവനയാണത്. ഇനി മലയൻ രാമായണം എടുത്താൽ മഹാരാധ്യ രാവണ കഥ, അതിൽ രാവണന് 8 തലയുള്ളത്. മലയിൽ 10-ലധികം രാമായണങ്ങളുണ്ട് കേട്ടോ. രാമജാതകത്തിൽ രാമനും രാവണനും സഹോദരങ്ങളുടെ മക്കളാണ്, അതായത് ജ്യേഷ്ഠാനുജൻ മക്കൾ. മലേഷ്യൻ രാമായണമായ പെൻഗ്ലീവർ ലാറ മലേഷ്യൻ രാമായണത്തിൻ്റെ പേരാണ്. അതിൽ സീതയുടെ ഭ്രൂണത്തെ വായു ഭഗവാൻ അഞ്ജനയ്ക്ക് നൽകിയിട്ടാണത്രേ ഹനുമാൻ ജനിക്കുന്നത്. മലേഷ്യയിൽ 5-ലധികം രാമായണങ്ങളുണ്ട്. ജപ്പാനിലെ ദൊരകാഗു രാമായണം അതൊരു നൃത്തമാണ്. ആ നൃത്തത്തിൽ വാലിനിയും സീതാമയ്യുണ്ട്, നമ്മുടെ ബാലിക്കും സീതയ്ക്കും തുല്യമായിട്ടുള്ള കഥാപാത്രങ്ങൾ. തിബറ്റിലുള്ള രാമായണമാണ് ഖോത്താനി രാമായണം. ഇതിൽ രാമൻ പരശുരാമനെ കൊല്ലുന്നൊരു രംഗം വരുന്നുണ്ട്. ദശരഥപുത്രനായ സഹസ്രബാഹുവാണ് രാമന് തുല്യമായിട്ടുള്ള കഥാപാത്രം. ഇനി ബർമീസ് രാമായണം എടുത്താൽ യാമസത്യ, അതിൽ യാമനും തീടയും ദാത്യഗിരിയുണ്ട്, അതായത് രാമനും സീതയും രാവണനും. രാമായണ യാഗനയിൽ ഗാംബി അഥവാ ശൂർപ്പണകയാണ് മാൻവേഷം കെട്ടുന്നത്. തിബത്തൻ രാമായണത്തിൽ ഇത് പർപ്പളയാണെന്ന് മാത്രം, രണ്ടും ഒരേ കഥ തന്നെ. ഇന്തോനേഷ്യയിലെ ഹനുമാന് പ്രാധാന്യമുള്ള ഒരു നൃത്തമാണ് കെച്ചക് നൃത്തം. അതുപോലെ തന്നെ നമ്മുടെ തോൽപ്പാവക്കൂത്തിന് സമാനമായ വയാങ്കുലിറ്റ് എന്നൊരു പരിപാടി നമ്മുടെ ഇന്തോനേഷ്യയിലുണ്ട്. അതിൽ രാമായണ കഥ തന്നെയാണ് പറയുന്നത്. മറ്റൊരു രാമായണ കഥയായ പിതാനി രാമകഥയിൽ സീതാസ്വയംവരത്തിൽ പങ്കെടുക്കാൻ രാവണൻ വരുന്ന ഒരു രംഗമുണ്ട്. യൂറോപ്പിൽ 16-17 നൂറ്റാണ്ടുകളിൽ ആയിട്ട് ഇന്ത്യയിൽ വന്ന മിഷണറിമാരായ കുറേ ആളുകൾ യൂറോപ്പിൽ പോയിട്ട് രാമായണം പ്രചരിപ്പിച്ചിട്ടുണ്ട്. എഫ് ഫെനിച്ചിയോ, അദ്ദേഹത്തിൻ്റെ ലിബ്രഡോ സൈറ്റ എന്ന് പറഞ്ഞ കൃതി, അതുപോലെ ഡൈപ്പറുടെ അസിയ തുടങ്ങി 20-ലധികം രാമായണങ്ങൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു വന്നത് രാമായണത്തിൻ്റെ ഒരു വ്യാപ്തിയും വൈവിധ്യവും ജനമനസ്സിലൊരു സ്വാധീനവും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തെവിടെയും പോയാലും ശ്രദ്ധേയമായ 4 ഇതിഹാസങ്ങൾ വലിപ്പം കൊണ്ടും അല്ലെങ്കിൽ സമഗ്രത കൊണ്ടും നോക്കിയാൽ അതിൽ നമ്മുടെ രാമായണവും മഹാഭാരതവും മികച്ചു നിൽക്കുന്നതാണ്. മറ്റു കൃതികൾ നമുക്കറിയാം, ഹോമറിൻ്റെ ഇലിയഡും അതുപോലെ തന്നെ ഒഡീസിയാണ്. നമുക്ക് രാമായണത്തിൻ്റെ നാടോടി പാരമ്പര്യങ്ങളിലേക്കും നാടോടി പാഠഭേദങ്ങളിലേക്കും ഒന്ന് സഞ്ചരിക്കാം. ഇനി തമിഴ്നാട്ടിലെ തെരുക്കൂത്ത്, അതുപോലെ യു-പിയിലും ബീഹാറിലും മധ്യപ്രദേശിലുള്ള രാമലീല, ജാർഖണ്ഡിലുള്ള ചൗ നൃത്തം, ഒഡീഷയിലെ ഖുമ്ര, നമ്മുടെ കർണാടകയിലെ യക്ഷഗാനം, യു-പിയിലെ കഥക്ക്, മണിപ്പൂരി നൃത്തം, അതുപോലെ തന്നെ ഒഡീഷി, ഭരതനാട്യം, കുച്ചിപ്പുടി, അതുപോലെ ക്ഷേത്രശില്പങ്ങൾ, ഹിന്ദുസ്ഥാനി കർണാടക സംഗീതം, കൈത്തറി ചിത്രങ്ങൾ, കലങ്കാരി പെയിൻറ്റിങ്, ആന്ധ്രയിലെ ചെറിയൽ ചിത്രങ്ങൾ, ഇതിലൊക്കെ രാമായണത്തിൻ്റെ കഥ കയറി വരുന്നുണ്ട്. ഇന്ത്യൻ ചിത്രകലാ പാരമ്പര്യം എടുത്താൽ രാമായണ കഥ സജീവമായൊരു വിഷയമാണ്. ഇതേപോലെ തന്നെ ഛത്തീസ്ഗഡിലെ മുറിയ ചിത്രങ്ങൾ, മധ്യപ്രദേശിലെ ഗോണ്ട് ചിത്രങ്ങൾ, ഗുജറാത്തിലെ പിത്തോറ ചിത്രങ്ങൾ, ഒഡീഷയിലെ പടചിത്രങ്ങൾ, അതുപോലെ തന്നെ മധുബനി പെയിൻറ്റിങ് എന്നുവേണ്ട നാടോടി കലാരൂപങ്ങളിലാകമാനം നമ്മുടെ രാമായണത്തിൻ്റെ വ്യത്യസ്ത പാഠഭേദങ്ങൾ കാണാം. ഇതുപോലെ തന്നെ കേരളത്തിലെ രാമനാട്ടം, കഥകളി, തോൽപ്പാവക്കൂത്ത്, നങ്ങ്യാർകൂത്ത്, പാഠകം, ചാക്യാർകൂത്ത്, തുള്ളൽ, തെയ്യം, ചുമർ ചിത്രങ്ങൾ, ബ്ലാവേലി പറഞ്ഞിട്ട് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ളൊരു നാടൻ കലാപരിപാടിയാണ്. അതുപോലെ ചെട്ടി രാമായണം, അടിയ രാമായണം, വയനാടൻ രാമായണം, പാതാള രാമായണം എന്നിങ്ങനെ എത്ര രാമായണ കഥകൾ കേരളത്തിലുണ്ടെന്നറിയൂ. സീത, ലവൻ, കുശൻ, ബപ്പിരിയൻ, ബാലി, രാവണൻ എന്നിവ തെയ്യങ്ങളായിട്ട് തന്നെ നമ്മുടെ വടക്കൻ കേരളത്തിലുണ്ട്. മലയരുടെ കിളപ്പാട്ട്, അതുപോലെ സീതാദുഃഖം കളിപ്പാട്ട്, കൈകൊട്ടിക്കളിപ്പാട്ട്, കുമ്മാട്ടി, ഐവർകളി, ഐവർ നാടകം, പരിചമുട്ടും കളി, പൂരക്കളി, കോൽക്കളി, കൃഷിപ്പാട്ടുകൾ, വട്ടക്കളിപ്പാട്ടുകൾ, പൊറാട്ട് നാടകം, പടയണി, സീതക്കളി, പറഞ്ഞാൽ തീരില്ല, സംഘക്കളി, മാപ്പിള രാമായണം, അങ്ങനെ വട്ടംകുളം ശങ്കുണ്ണി എഴുതിയ നാടോടി രാമായണം മുതൽ OM കരുവാരകുണ്ടിൻ്റെ മാപ്പിളപ്പാട്ട് രാമായണം വരെ ഈ രാമായണത്തിൻ്റെ പാഠഭേദങ്ങളായി നാടനായും അല്ലാതെയുമായിട്ട് നിലവിൽ പ്രചാരത്തിലുണ്ട്. ചിത്രകലാ പാരമ്പര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളം ഒട്ടും പിറകിലല്ല. AD 1453 ആലപ്പുഴയിലെ കോഴിമുക്ക് എന്നൊരു സ്ഥലത്ത് നിന്ന് 114ഓളം രാമായണ ചിത്രങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി.
അതുപോലെ തന്നെ തൃപ്പൂണിത്തറ കൊട്ടാരത്തിലതടക്കം പല കൊട്ടാരങ്ങളിലുള്ള ചുമർ ചിത്രങ്ങൾ, തൃപ്രയാർ തിരുവില്ലാമല പത്മനാഭപുരം കൊട്ടാരത്തിലെ, അതുപോലെ കോഴിക്കോട് നെറുങ്കൈതക്കോട്ടയിലെ ദാരുശില്പങ്ങൾ, അതുപോലെ തന്നെ രവിവർമ്മയും KCS പണിക്കരും നമ്പൂതിരിയും മദനടക്കം പേര് എത്ര ചിത്രങ്ങളാണ് രാമായണ കഥയെ ഉപജീവിച്ച് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രാമായണം രചനകൾ, റിലീഫുകൾ, ഈ സിമൻറ്റ് കാർവിംഗ് വർക്ക് വരെ രാമായണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഇനി നമുക്ക് മറ്റു ചില രാമായണ കഥ പറയുന്ന ചില പാട്ടുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പാട്ടുകളിലേക്ക് കിടക്കാം. വടക്കൻ പാട്ടിൽ ആരോമൽ ചേകവർ അംഗത്തിന് പോകുമ്പോൾ ചില ശകുനപ്പിഴകൾ കണ്ടപ്പോൾ പറയുന്നൊരു രംഗമുണ്ട്. ബാലിക്ക് പണ്ടു പിഴച്ചു വ്യാഴം, അന്നല്ലു ബാലിവാദം കഴിഞ്ഞു, ഒളിയമ്പിനാലെ മരിച്ചു ബാലി, അക്കണക്കായി വരുമെനിക്ക്. ബാലിയുടെ കാര്യമാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ വള്ളംകളിപ്പാട്ടിൽ ധാരാളം രാമായണം കഥ വരുന്ന പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ട് ഇങ്ങനെയാണ്. ജാനകി ദേവിയെ കട്ടുകൊണ്ടുപോയി രാവണനും ലങ്കതങ്ങിൽ വച്ചോളിച്ചങ്ങിരിക്കും കാലം, ശ്രീരാമനും ലക്ഷ്മണനും അന്വേഷിച്ചു ചെല്ലും നേരം, പക്ഷിരാജൻ തന്നെ കണ്ടിട്ട അവസ്ഥ ചൊല്ലി, പക്ഷിക്കു മോക്ഷവും നൽകി കർമ്മവും കഴിച്ചു രാമൻ, ബാലികേറാമലയുടെ താഴ്വരയിലൂടെ. ഇങ്ങനെ പോകുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ ബാലിവധം തെയ്യത്തോറ്റത്തിൽ നിന്നുള്ള ചില വരികൾ നോക്കാം. രാമൻ്റെ ഭാര്യയെ രാവണൻ കട്ടെന്നാൽ ബാലിയെ കൊൽകയെന്നോ വിധി മന്നവ, ദുഷ്ടരെ കൊൽക രാജധർമ്മത്തിങ്കൽ, ദുഷ്ടരില്ല ഞാൻ കൂടും മനുവര, ഭക്ഷിപ്പാൻ കൊല്ലുവതുണ്ട് മൃഗങ്ങളെ, പക്ഷമില്ല ആർക്കു നീ മർക്കടമാംസവും, വൈരങ്ങൾ നിന്നോട് ഞാൻ ഏതും ചെയ്തില്ല, വൈരമുണ്ടാവാൻ അവകാശവുമില്ല. ബാലി ചോദിക്കുകയാണ് ശ്രീരാമനോട്. ഇതുപോലെ തന്നെ നമ്മുടെ കൈകുട്ടിക്കളിയിൽ ധാരാളം, തിരുവാതിരക്കളിയും കൈകുട്ടിക്കളിയും രണ്ടാണല്ലോ, പഴയ രൂപമാണ് കൈകുട്ടിക്കളി. അതിൽ ധാരാളം രാമകഥ അല്ലെങ്കിൽ രാമായണം പാട്ടുകളുണ്ട്. അതിൽ ഒന്നിതാണ്. ജനകപുത്രി ഹനുമാൻ കയ്യിൽ ചൂടാരത്നം നൽകി, ലങ്ക ചുട്ടിട്ടിങ്ങു പോന്നു രാമനോടു ചൊന്നാൻ, നളനെ വിളിച്ചരുളി ചെയ്തു ചിറപടുക്ക എന്നും, നളനും പോയി ചിറപടുത്തു ശിക്ഷയാക്കി പോന്നു, അക്കരെ കടന്നു രാമൻ മർക്കടപ്പടയോടും, അപ്പുറം വളഞ്ഞു കോട്ട ഗോപുരം തകർത്തു, വമ്പനായ കുംഭകർണൻ അമ്പിനാൽ മരിച്ചു, ഇന്ദ്രജിത്ത് എന്നുള്ളവനെ ഇളയ മകൻ കൊന്നു, ദേവദേവനോടെതിർത്തു രാവണൻ മരിച്ചു, സാധുവാം വിഭീഷണനും രാജ്യവും കൊടുത്തു, പുഷ്കരാക്ഷി സീതയോടും പുഷ്പകം കരേറി, പുക്കയോധ്യാപുരി തന്നിൽ തൃക്കഴൽ തൊടുന്നേ. ഇങ്ങനെ പോകുന്ന ഒരു കൈകുട്ടിക്കളിപ്പാട്ടാണത്. ഇതുപോലെ തന്നെ സംഘക്കളിയിൽ നമ്മുടെ നമ്പൂരിമാർ നടത്തുന്ന സംഘക്കളിയിൽ കൈമൾ പാടുന്ന രംഗമുണ്ട്. ജനകൻ്റെ മകളല്ലോ ചീതപ്പെണ്ണ്, അവൾക്കല്ലോ രാമച്ചക്കൻ ഉടുപ്പാങ്കൊടുത്തു, അവളല്ലേ രാവണൻ കട്ടോണ്ടും പോയി, അതുമൂലം കോരങ്ങച്ചൻ ലങ്കയും ചുട്ടു. ഈ പാട്ടിൻ്റെ ചില വരികൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരുവാതിരക്കളിയിലെ ഒരു രാമായണം പാട്ട് നോക്കാം. ഇത് കമ്പരാമായണത്തിൽ വരുന്ന സീതയുടെ ഒരു രംഗമാണ്. രാവണൻ്റെ ചിത്രം സീത വരയ്ക്കുന്ന ഒരു രംഗമാണ്. ഇതേ രംഗം സീതാദുഃഖം കിളിപ്പാട്ട്, പഴയൊരു പാട്ടുപുസ്തകമാണ്, കുറച്ച് ഏടുകളുടെ പാട്ടുപുസ്തകം. അതിലും തന്നെ ഇതേ വരികളുണ്ട്. ഞാൻ അതും കൂടി പാടാം. ആദ്യം തിരുവാതിരക്കളിയിലെ പാട്ടുകൾ. അഭിഷേകം കഴിഞ്ഞങ്ങു സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വേട്ടയ്ക്കെഴുന്നള്ളത്ത് എന്ന നേരം മാതാക്കന്മാർ 3 പേരും ഒരുമിച്ച് സീതയോട് സരസമായി പറഞ്ഞുകൊണ്ട്, അരക്കൻ്റെ രൂപഗുണം ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞങ്ങൾക്കിന്നും മനസാലെ കാണുക വേണം, എനിക്കതു വരച്ചൂടാ രാമദേവൻ അറിയുമ്പോൾ വധിക്ക ലക്ഷ്മണ എന്നങ് അരുളി ചെയ്യും.
അതിനെയും വേണ്ടതില്ല, ഞങ്ങൾ സാക്ഷി നിനക്കുണ്ട്, രാമദേവനോട് ഞങ്ങൾ പറയുകയില്ല. സീതാദേവി അരുതാതെ ചെങ്കല്ലും പലകയുമായി അരക്കൻ്റെ രൂപഗുണം വരച്ചു ചിത്രം. അരക്കൻ്റെ രൂപഗുണം ഭയപ്പെട്ടിട്ടമ്മമാരും ആ പലക എടുത്തവർ ഒളിച്ചു വച്ചു. രാമദേവൻ വേട്ടയാടി കുളിച്ചിങ്ങു ശുദ്ധിയോടെ തേവാരത്തിനൊരുങ്ങി വന്നിരുന്നിതപ്പോൾ പലകയും തുള്ളി തുള്ളി മന്ത്രമഞ്ചും തടുത്തിട്ട് കരം കൊണ്ട പലകയും മറിച്ചു നോക്കി. ആരാണെൻ്റെ അമ്മമാരെ പലകമേൽ വരച്ചത്, ഞങ്ങളാരും അറിഞ്ഞില്ല രാമദേവാ. സീതാദേവി അറിയാതെ മറ്റാരും വരയ്ക്കയില്ല, അവൾക്കിതിൽ ആശയൊട്ടും കുറഞ്ഞിട്ടില്ല. ഈ ഒരു കാരണമാണ് സീതേനെ രാമൻ സംശയിക്കാനും ഉപേക്ഷിക്കാനും കാരണമെന്നാണ് ഈ തിരുവാതിര കിളിപ്പാട്ടിലൂടെ പറയുന്നത്. നമുക്ക് സീതാദുഃഖം കിളിപ്പാട്ടിൽ നോക്കാം. അതിലും ഇത് തന്നെയാണ് പറയുന്നത്. മാനിച്ചു പറയുന്നു മകളെ കേൾക്ക നീയും, ആനനമൊരു 10 കരങ്ങൾ 20. രാവണനുണ്ടെന്നൊരു കേട്ടുകേൾവിയേയുള്ളൂ, അവൻ്റെ നിറങ്ങളും ഗുണങ്ങളും ഭംഗികളും ഞങ്ങൾക്കു പലകമേൽ വരച്ചു കാട്ട വേണം. സ്നേഹിച്ചു പറയുന്നേൻ മകളെ മടിയാതെ, അമ്മമാർകളും ഒത്തു പറഞ്ഞ നേരത്തിങ്കൽ ഏണാങ്കമിഴി സീത മനസ്സു വാടിച്ചൊന്നാൻ. ആപത്തിന്നത്രേ ഇതു നിങ്ങൾ എന്നോട് ചൊല്ലി, എൻ ഭർത്താവ് അറിയുമ്പോൾ രാജ്യദ്വേഷവുമുണ്ടാം. ദ്വേഷിപ്പാനൊരു മൂലമില്ലാതെ ഇരിക്കുന്നു, കാലക്കേടത്രേ എനിക്കോരോന്നേ ചമഞ്ഞിതേ. രാവണൻ കട്ടുകൊണ്ടുപോയൊരു മൂലത്താലെ ചാടിനാൻ അഗ്നി തന്നിൽ മുഴുകിപ്പോന്നു ഞാനും. പിന്നെയും എനിക്കൊരു ദൂഷണത്തിനു നിങ്ങൾ ഇന്നിവൻ രൂപം കാൺമാൻ ചൊല്ലുന്നിതെന്നോടിപ്പോൾ എന്ന് സീത ചൊല്ലുന്ന ഒരു പറയുന്ന രംഗമാണ്. പൂരക്കാലമായ നമ്മുടെ വീടുകൾ തോറും നായാടി കളിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. നായാടികൾ നമ്മുടെ വീട്ടിലൂടെ വരും, മുളങ്കമ്പിൽ അടിച്ച് പാടുന്ന നായാടി. നായാടി കളിപ്പാട്ടിൽ പോലും രാമായണം ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ രാമായണത്തിൻ്റെ ഒരു വ്യാപ്തി. അതിങ്ങനെയാണ് ആ പാട്ട്. രാമനും സീതയും തമ്പിയുമായി കൊണ്ട് പഞ്ചവടിങ്കൽ വാടും കാലം, സുഖമോടെ നല്ലൊരു പർണശാല കെട്ടി രണ്ടാളും കൂടിയതാ വാണിരുന്നേ. എന്തടി സുന്ദരേ ശൂർപ്പണകെ നീയ പഞ്ചവടിങ്കൽ സഞ്ചരിപ്പാൻ, കാമനെ കാമിപ്പാൻ വന്നതല്ല ഞാൻ രാമശരാമേറ്റു വന്നതാണ്. വല്ല വേഷം ധരിച്ചാൽ ഗുണം പോരാ, നല്ലൊരു വേഷം ധരിക്ക വേണം. മഞ്ഞപ്പൂവാട ഞൊറി വെച്ചുടുത്തവൾ വെള്ളി അരഞ്ഞാണം പൂട്ടി മെല്ലെ, സുന്ദരി നേത്രവും കണ്ണും മിഴികളും ചുണ്ടെന്ന് ചോപ്പിച്ചു ശോഭയോടെ, കാലില് പൊന്തള ചാർത്തി ഭംഗിയിൽ കാതില് ആനവട്ടങ്ങൾ തിരുകി, കാമനെ കാമിപ്പാൻ വന്നതല്ല ഞാൻ രാമശരാമേറ്റു വന്നതാണ്. എന്നുടെ പുത്രനെ ശംഭുകുമാരനെ കൊന്ന മനുഷ്യരെ ഉള്ളുപാർക്കാൻ, കൊല്ലുവാൻ കാരണം രാമനെന്നാകിലും കൊന്നത് ലക്ഷ്മണ നീയല്ലയോ. കാരണം കൂടാതെ പുത്രനെ കൊല്ലുവാൻ കാരണം എന്തെന്ന് കൽപ്പിക്കണേ. ശൂർപ്പണക വന്നിട്ട് രാമലക്ഷ്മണന്മാരോട് സംസാരിക്കുന്ന രംഗമാണ് ഈ നായാടി കളിപ്പാട്ടിൽ പറയുന്നത്. ശൂർപ്പണകയുടെ രംഗം വളരെ ഭംഗിയായി പറയുന്ന മറ്റൊരു രാമായണമുണ്ട്, മാപ്പിള രാമായണം. ഇത് നമ്മുടെ വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ളതാണ്. ഇത് മാപ്പിളപ്പാട്ടിൻ്റെ ഇശല്, കെസ് ഇശലിലാണ് പോകുന്നത്. പുല്ല് വിരിച്ച് പൂവ് വെച്ച് തോലുടുത്ത നല്ലോലാണം ലാമനെ നോക്കി പൂതി വന്നു. പുന്നാരപ്പെണ്ണും ആ ബീബി ശൂർപ്പണക കിന്നാരക്കണ്ണിച്ചി ഒതിലാമനോട്. ആരാ നിങ്ങൾ ബാല്യക്കാര പേരെന്താടോ, കൂടെ കാണുന്നാര പെണ്ണ് ബീഡരാണോ. മക്കളില്ലേ കൂടെ മരുമക്കളില്ലേ, ഇങ്ങടെ കൊക്കും പൂവും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ. അപ്പോൾ രാമൻ പറയാണ്, ഞാനോ ലാമൻ സീതാ ബീഡര് പെറ്റിട്ടില്ല, കൂടെ അനിശൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. കോസല നാട് കൊസലടി നാട് ബാപ്പാ നാട്, കാരണമുണ്ടിക്കാട്ടിൽ വരാൻ നീയാരുമ്മ. അപ്പോൾ ശൂർപ്പണക പറയാം, ലങ്കാനാട് ലങ്കും ലാവണ ലാസാവിൻ്റെ, ലങ്കും തങ്കും പൊന്നാര പുതു പെങ്ങളല്ലേ. പൂങ്കാവന പൂങ്കുയിലെ ഞമ്മളോടൊത്ത്, ലങ്കാനാട്ടിൽ പോര് അളിയല്ലാസാവല്ലേ. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ രാമായണത്തെ കാണുന്ന ഒരു പാട്ടാണ് മാപ്പിള രാമായണം. ഇതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാപരിപാടിയായിരുന്നു ഐവർകളി. ഈ ഐവർകളിയിലെ പാട്ടുകളും പരിചമുട്ടുകളിലെ പാട്ടുകളൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഐവർകളിയിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ട്
രാമായണ മഹാഭാരതം കഥകളാണ് കാര്യമായിട്ട് ഉപയോഗിക്കുക. അതിൽ ഒരു പാട്ട് ഇങ്ങനെയാണ്: ചൊല്ലി സീതാ പുല്ലിനോടങ്ങല്ലലോടു മെല്ലവേ ചൊന്നതിപ്പോൾ നിന്റെ കാലദോഷവുമാടുത്തേടോ കള്ളനായ നിന്റെ മായം കണ്ടറിഞ്ഞു ഞാനേടോ ലക്ഷ്മണനറിയാതെന്നെ കട്ടുകൊണ്ടു പോകുമ്പോൾ പക്ഷിയോടടുത്തപ്പോൾ കണ്ടു നിന്റെ വീര്യം നിൽക്ക നിൽക്ക രാവണ നീ എൻ കൂലത്തിൽ കൂടുവാൻ ഏറെയൊരു കാലമിനി വൈക വേണ്ട രാവണ അരക്ഷണം കൊണ്ടൊക്കെയും അരക്കരയും ലങ്കയും ഭസ്മമാക്കും ബാണം കൊണ്ട് രാമനത് നിശ്ചയം. സീത രാവണനോട് പറയാണ്. ഇതേപോലെ പരിചമുട്ടുകളിൽ നാടോടി രാമായണം ധാരാളമായിട്ട് വരാറുണ്ട്. ഒരു രംഗമിത: തതികിണതിമിതൈ അമ്പുകൊണ്ടു ബാലി വീണു അമ്പരം നോക്കും നേരം തതികിണതിമിതൈ ആഭരണാൽ കൊണ്ടു മമ ദതിമിതൈ സൗമ്യനായ രാമനെയും നീയല്ലേടാ മൂഢാ എന്നെ കിടതിമിതൈ ഒളിയമ്പെയ്തു ചതിച്ചത് തതികിണതി മൃതൈ ആണാണെങ്കിൽ നേരെ വന്ന് കിടതിമിതൈ യുദ്ധം ചെയ്തു ജയിക്കേടാ വീരധർമ്മം നിനച്ചെങ്കിൽ തതികിണതിമിതൈ നേരനോട് പോർ ചെയ്യണം. ബാലി രാമനോട് കയർക്കുന്ന രംഗമാണ് ഈ പരിചമുട്ട് കളിപ്പാട്ടിൽ പാടുന്നത്. അതുപോലെ പൊറാട്ട് കളിപ്പാട്ട്. അകത്താട്ടങ്ങൾക്ക് പകരം കീഴാളർ നിർമ്മിച്ചെടുത്താണ് പൊറാട്ടുകൾ. പൊറാട്ടുകളിയിൽ ധാരാളം പാട്ടുകൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. രാമായണം മഹാഭാരതം. ഒരു രാമായണം പാട്ട് പഞ്ചവടിയാണ് രംഗം. ശ്രീരാമലക്ഷ്മണന്മാരും പണ്ട് പർണശാലയിൽ വാഴുംകാലം വേട്ടയാടുവാനായി രാമനങ്ങ് വില്ലെടുത്ത് കാട്ടിൽ ചെന്നേ രാക്ഷസവംശമായുള്ളതൊരു ശൂർപ്പണക മുന്നിൽ കണ്ടു. ഇങ്ങുന്നു ബാലെ വരുന്നു നീയും ആരുടെ ഭാര്യയാണിന്ന് മോഹമെനിക്കുണ്ട് രാമ നിന്നെ ലീലകൾ ചെയ്യുവാനിന്ന് തൊട്ടുപുണരുവാൻ താലി നിന്നെ കെട്ടുവാൻ പാടില്ല പെണ്ണേ വർണ്ണമത്തെട്ടുള്ള സമ്പി ലക്ഷ്മണം പർണശാലയിലുണ്ട് പോക്കോ. പുഞ്ചിരിച്ചു കാമ ക്രോധം കൊണ്ട് ലക്ഷ്മണന്റെ അരികിലും ചെന്നു. ആളുന്നില്ല കണ്ട് ശൂർപ്പണഖ അലങ്കാരപ്പെട്ടവൾ നിന്നേ വാളെടുത്തു വന്നു ലക്ഷ്മണനും മൂക്കുമുല ഛേദം ചെയ്തു. അപ്പ നില വിളിച്ചോടി പെണ്ണ് ഈ വിധം കെട്ടവളായേ 10 തലയുള്ള രാവണന്റെ പാദത്തിൽ വീണ് കരഞ്ഞേ. അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ തിരൂർ ഭാഗത്ത് വട്ടക്കളി, ഓണക്കാലത്തൊക്കെ കളിച്ചിരുന്ന വട്ടക്കളിയിൽ ഒരു വളരെ വിചിത്രമായി ഇതുവരെ കേൾക്കാത്തൊരു സ്റ്റോറിയാണുള്ളത്. രാമൻ്റെയും സീതയുടെയും ഒരു കഥ. അതിങ്ങനെയാണ്: സീതക്കേഴും നള്ളത്തുണ്ടുപോലും തരികിട പുത്തൻ ഗോളത്തിൻ്റെ അരികത്തൂടെ തരികിട പുത്തൻ ഗോളത്തിൽ 4 ആമ്പല് കണ്ടേ തരികിട ആമ്പലിറങ്ങി പറിച്ചു സീത തരികിട 4 വീരൽ കുഞ്ഞോറിഞ്ഞു മാല തരികിട മാല ഞോറിഞ്ഞ് കഴുത്തിലിട്ടേ തരികിട ചാല്യത്തേരൂടെ പോകുമ്പോഴേ തരികിട ചാല്യത്തേരുവിലെ കുട്ടികളും തരികിട കല്ലുപേറുക്കി എറിഞ്ഞു പിള്ള് തരികിട രാമൻ്റെ അരികത്തും ചെന്നു സീത തരികിട ഓമനമൂഖം വാടിയതെന്തേ സീതേ തരികിട ചാല്യത്തേരുവിലെ കുട്ടികളും തരികിട കല്ലുപേറുക്കി എറിഞ്ഞു പിള്ള് തരികിട മാലയും തീണ്ടി
പറിച്ചു പിള്ളേർ. നേരെ വടക്കോട്ടിറങ്ങി രാമൻ തരികിട കുപ്പയിൽ വീണ മടലെടുത്ത് തരികിട ഏഴാക്കി ചീന്തി നൽ ചൂട്ടുകെട്ടി തരികിട ചൂട്ടും തലയ്ക്കൽ പന്തം കൊളുത്തി തരികിട ചാല്യത്തേരുവീനെ കൊള്ളിവെച്ചേ തരികിട ചാല്യത്തേരുവീനെ കൊള്ളിവെച്ചേ തരികിട ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ. വെറും സാധാരണക്കാരനായ ഒരു രാമനെയാണ് നമ്മൾ ഈ രംഗത്ത് കാണുന്നത്. മറ്റൊന്ന്, ഒരു കല്യാണപ്പാട്ടിലെ ഒരു രംഗമാണിത്. അരുളിന നേരം രഘുപതി തൻ്റെ അരികത്തിരുന്നു സീത അരുതരുതാതെ പൊട്ടിക്കരഞ്ഞു രഘുപതിയേവം ചൊന്നാൻ. സുന്ദരി മൗലേ നിന്നെ വനത്തിൽ എങ്ങിനെ കൊണ്ടുപോണേ ഉന്നതമായ കുണ്ടും കൂഴിയും കല്ലും മരവും ഉള്ള കാട്ടാന കരടി സിംഹം മാൻ കേഴ വൻപുലിയുണ്ട് കാട്ടിൽ കാട്ടുപോത്തുണ്ട് ചെന്നായ്ക്കളുണ്ട് ഘോരമാതായ പാമ്പ് അറ്റമില്ലാത്ത രാക്ഷസരുണ്ട് നമ്മെ ഭക്ഷിപ്പതിനായി തിരുമാന്താം കുന്നിൽ അമർന്നേഴും അമ്മേ ഞാനിതാ കൈത്തോഴുന്നേൻ. ഇതേപോലെ തന്നെ നമ്മുടെ പാണ സമുദായക്കാർ കളിക്കുന്ന ഐവർ നാടകത്തിൽ, ഐവർ കളി ആശാരി സമുദായക്കാരാണെങ്കിൽ പാണ സമുദായക്കാരുടെയാണ് ഐവർ നാടകം. അതിലുള്ള ഒരു രംഗമാണ് മഹാമായ ലക്ഷ്മി സീത വനം തന്നിൽ വസിക്കും കാലം ദുഷ്ടനായ രാവണൻ താൻ കപടത്താൽ കട്ടുകൊണ്ട് ലങ്കയിൽ കൊണ്ടുവന്നു ദുഃഖിച്ച കാരണത്താൽ ആഴിയെ കടപ്പതിന് ആളില്ലെന്നുറച്ചു രാമൻ ഹനുമാനെ വിളിച്ചുകൊണ്ട് അടയാളം കൊടുത്തു കയ്യിൽ പോകാ പോകാ എന്നരുളി ചെയ്തു പൊലിവോടു വിഷ്ണുമൂർത്തി വരങ്ങളും കൊടുത്തു നന്നായി പൊലിവോടു വിഷ്ണുമൂർത്തി വാനരപ്പടകളെല്ലാവരും വാരിതീ തീരം ബുക്കേ. ഇതേപോലെ നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ ബാലിവധം, പടയണിപ്പാട്ടിൽ ബാലിവധം പാടാറുണ്ട്. അതിങ്ങനെയാണ്: കണ്ടായോ നീ ഹനുമാനെ ചില ബാലർ വരുന്നത് ചെടയും വക്കലം വില്ലും ശരങ്ങളുണ്ടേതേ ഇന്ദ്രനോ ചന്ദ്രനോ ഇവർ ദേവകളോ മുനിമാരോ ഇവരാരെന്നറിയുവാനുപായമെന്തേതേ വിരവോടെ ചെന്നറിഞ്ഞ് വരിക നീ ഹനുമാനെ വീരവോടെ ചെന്നറിഞ്ഞു വരിക നീ ഹനുമാനെ എന്ന സുഗ്രീവൻ വചനം കേട്ട നേരം ഹനുമാനും ചെന്നു ബാലമന്നവരെ കൈതൊഴുതപ്പോൾ ദേ എന്തു മൂലമടവിങ്കൽ നിങ്ങൾ ഉഴറുവാനെന്ത് എന്നോടരുൾ ചെയ്യുക വേണം മന്നവന്മാരേ ദേ. അങ്ങനെ ഹനുമാൻ ചെന്ന് രാമലക്ഷ്മണന്മാരെ കാണുന്ന രംഗമാണ് ഈ ബാലിവധം പടയണി തുള്ളലിൽ പാടുന്നത്. ഇത്രയും നേരം നമ്മൾ രാമായണം കഥ വരുന്ന ചില നാടോടി പാട്ടുകളാണ് പാടിയെങ്കിൽ നമ്മുടെ ഭാഷയിലുടനീളം രാമായണത്തിൻ്റെ സ്വാധീനമുണ്ട്. നമ്മളെ കടങ്കഥകൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ അതിലൊക്കെ രാമായണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചില കടങ്കഥകൾ നോക്കാം നമുക്ക്. തൊടാതെ മുടിഞ്ഞതാരെ രാവണൻ, മരുന്ന് പറിക്കുന്നതിന് പകരം മലപറിച്ചതാരെ, ഒക്കെ കടങ്കഥകളാണ്. ഉത്തരം ഹനുമാൻ. ഈരഞ്ചു തേരുള്ള രാജൻ്റെ തനയൻ്റെ ബന്ധുവിൻ്റെ ശത്രുവിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? മറ്റൊന്ന്, ദേവേന്ദ്രപുത്ര തനയ മാതൃനാമം ദീർഘം കുറച്ച് നടുവിൽ കാ ചേർത്ത് ആ തരു തന്നുടെ പത്രം ഇപ്പോൾ തരിവോർക്കിടാം തരിവള രണ്ടു കൈക്കും ഇപ്പോൾ. അതുപോലെ രാമായണത്തിൽ നിന്ന് കടം കൊണ്ട അനേകം ശൈലികൾ നമ്മുടെ മലയാള ഭാഷയിലുണ്ട്. കുംഭകർണ സേവ, ഉളിയമ്പ്, സുഗ്രീവാജ്ഞ, അഴകിയ രാവണൻ, അയാൾ ചന്ദ്രഹാസം എടുത്തു, ജാമ്പവാനാണ് കേട്ടോ, ജാമ്പവാനെ പോലെ ഇരിക്കട്ടെ, മാനായി വരുന്ന മാരീചൻ, ബാലികാറാമല, ലക്ഷ്മണരേഖ, മായപ്പൊന്മാൻ, മന്ധര, കമ്പോട് കമ്പ്, ഇങ്ങനെ കുറേ പ്രയോഗങ്ങളുണ്ട്. അതുപോലെ പഴഞ്ചൊല്ലുകളിലേക്ക് കടന്നാൽ ധാരാളം പഴഞ്ചൊല്ലുകൾ രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തമായൊരു പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്: കള്ളുകുടിയൻ കാകൻ കൊക്ക് ചെറുകിളി ഹനുമാൻ കുംഭകർണൻ വിഭീഷണൻ. കള്ളുകുടിയന്മാരുടെ ഒരു അവസ്ഥാന്തരങ്ങളെയാണ് പറയുന്നതിൽ. കള്ളുകുടിയൻ കാകൻ കൊക്ക് ചെറുകിളി ഹനുമാൻ കുംഭകർണൻ വിഭീഷണൻ. അതുപോലെ ഊർക്കുരുവിക്ക് നേരെ രാമബാണം വിടുക. രാവണവധം പലത് കണ്ടതാണ്. രാമനോ രാവണനോ വാഴട്ടെ എനിക്കൊരു മുത്താളമുണ്ടോ. അതുപോലെ
രാമരാവണ ബാലിസുഗ്രീവ കീരി പാമ്പ് കടിപിടി. അതുപോലെ രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമൻ സീതയ്ക്ക് എപ്പിടി. അതുപോലെ അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഇങ്ങനെ ധാരാളം പഴഞ്ചൊല്ലുകൾ രാമായണത്തിൽ നിന്ന് വന്നതാണ്. അതുപോലെ രാമായണത്തിലെ പുരാവൃത്തവുമായി ബന്ധപ്പെട്ട എത്രയെത്ര സ്ഥലനാമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയോ. അതുപോലെ ഐതിഹ്യ കഥകളും. രാമപുരം, സീതാർകുണ്ട്, അനങ്ങമല, തിരുവില്ലാമല, ശബരിമല, സീതത്തോട്, ഭരതന്നൂർ, രാമേശ്വരം, ധനുഷ്കോടി, ജനക്പൂർ, മിഥില, രാമക്കൽമേട്, ജടായുപ്പാറ, ചടയമംഗലം, അയോധ്യ, അങ്ങനെ കുറേ സ്ഥലപ്പേരുകളും ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് രാമായണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. രാമായണത്തിൻ്റെ പാഠഭേദങ്ങൾ ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരമാണ്. അതിൽ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും പുരാണവും പ്രത്യയശാസ്ത്രവും ദാർശനികതയും രാഷ്ട്രീയവും മനഃശാസ്ത്രവും ഒക്കെ ഉണ്ട്. ഈ തലത്തിൽ നിന്നുകൂടി വേണം നമ്മൾ രാമായണത്തെ വായിച്ചെടുക്കുവാൻ. എന്തായാലും പുതിയ പാഠഭേദങ്ങൾ ചമച്ചുകൊണ്ട് രാമായണം ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് അതിൻ്റെ അയനം, രാമായണം രാമൻ്റെ മാത്രം അയനമല്ല, അത് അയനം തുടർന്നുകൊണ്ടേയിരിക്കും, തുടരട്ടെ.